സുഹൃത്തുക്കളെ, നമുക്ക് അങ്ങ് തെലുങ്ക് ദേശത്ത് നിന്ന് ഒരു ടീസർ വന്നിട്ടുണ്ട്, പാരഡൈസ്. പാരഡൈസിൻ്റെ ടീസർ ഞാൻ കണ്ടു. നീ കണ്ടില്ലേ? ചേട്ടൻ കണ്ടിട്ടില്ല. അപ്പോൾ 3 പേരിൽ ഒരാൾ കാണാനുണ്ട്. അതുകൊണ്ട് നമ്മൾ റിയാക്ഷൻ ചെയ്യാം. നമ്മൾ ആദ്യം വിചാരിച്ചു നമുക്ക് ഈ സമയത്ത് കാണാൻ പറ്റിയില്ല, നമുക്കിനി റിയാക്ഷൻ ചെയ്യേണ്ട, പകരം ആ ട്രെയിലർ തോട്ട്സ് ടീസർ തോട്ട്സ് എന്ന് പറഞ്ഞ് തുടങ്ങാം. അപ്പോൾ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതാണ്. പക്ഷേ പുള്ളി ടീസർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടീസർ ഒന്ന് കണ്ടിട്ട് ബാക്കി പറയാം. തെലുങ്കാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് സബ് ഉണ്ടെങ്കിൽ അല്ലേ? ആ ഇനിയിപ്പോൾ ചേട്ടൻ മനസ്സിലാവും. ആകാശവെടി ആ ഷോട്ട് നോക്കുന്നു. ഓ ലാൻഡ് ഇഷ്യൂ അണ്ടർഡോഗ് സ്റ്റോറിയാണ്. നവീൻ വലിയാണ്. ആ ഇത് എല്ലാം പുള്ളി തന്നെ അടിക്കുക. അവിടുത്തെ ചമ്മഞ്ചാക്കാണ്. അതെ അതെ. അതിപ്പോ ഉള്ളല്ലോ. അനി 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 ഓ അനമോർഫിക്കാണോ? മറ്റേ ഓവൽ ബൊക്കെയാണ് കണ്ട. അത് ആഡഡ് എലമെന്റ് ആണെന്ന് തോന്നുന്നു. അല്ല മറ്റേ മെയിൻ ബൊക്കൊക്കെ ഉണ്ടായിരുന്നു. വിഷ്വൽസ് ഭയങ്കര രസമായിട്ടുണ്ട്. 24 ഈ മാസമാണ്, അല്ല അടുത്ത മാസമല്ലേ? സോ ഗൈസ്, അടുത്ത മാസമാണ് നമുക്ക് നമ്മൾ ഈ മാസത്തെ റിലീസിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അടുത്ത മാസത്തേക്കാണ് റിലീസ്. ഇതാ ടീസർ. ഇതിനു മുമ്പ് മറ്റേ ഫസ്റ്റ് മറ്റേ കയ്യിൽ ഇങ്ങനെ ഒരു മോയൻ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ല, മലയാളത്തിൽ സാധനമായിരുന്നു. ഡബില്ലായിരുന്നു. അത് വേണ്ട. ഇത് നാനിയുടെ സൗണ്ട്, നാനി മറ്റേ യൂഷ്വലി ഇങ്ങനത്തെ ഡയലോഗൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ഗംഭീര സൗണ്ട് പറയുന്നത്. നാനി ഇത്ര അലറി വിളിച്ച് പറയുന്നുണ്ട്. തുടക്കം മുതൽ ഞാനിങ്ങനെ കേട്ടപ്പോൾ ആദ്യം ടീസർ കണ്ടാൽ പോലെ ഇതെന്തോ ആരായി പറയുന്നത്, പിന്നീടാണ് നാനിയുടെ സൗണ്ടാണ് എന്ന് മനസ്സിലായത്. ഇത് ആക്ച്വലി ഒരു അണ്ടർഡോഗ് സ്റ്റോറി ആയിരിക്കും. അതായത് ഈ പറഞ്ഞ പോലെ ഒപ്രസ്ഡ് ആയ ഒരു കമ്മ്യൂണിറ്റിയിൽ അവരുടെ ലീഡർ ഫൈനലി ഗവൺമെന്റിൽ ഈ പറഞ്ഞ പോലെ അവരെ എതിർക്കുന്ന മറ്റേ സിസ്റ്റവും, അത് തന്നെ, അത് സിസ്റ്റവും, അതായത് മറ്റേ പൊളിറ്റിക്സ് ആ എലമെന്റ് ഉണ്ടല്ലോ. അതായത് ഒരു വേറൊരു വേൾഡ്, ഒരു പുതിയൊരു വേൾഡ് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ വേൾഡിൽ നിന്നോട് അതെ ആ മേരെ പ്യാരെ പാരഡൈസ് വാസ്യവും എന്ന് പറഞ്ഞ മറ്റേ ക്യാരക്ടർ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ടീസർ കാണുമ്പോൾ അല്ലേ നമ്പർ 1 പരിപാടി വിഷ്വലി അത് അതിന് നേരത്തെ വന്ന ക്ലിപ്സിലൊക്കെ ഉണ്ടായിരുന്നു. അത് നേരത്തെ എനിക്ക് അത്ര ഞാൻ കുറെ നാൾ മുമ്പായിരിക്കും. അല്ല ആ ഫസ്റ്റ് സാധനം ഇറങ്ങിയതിനകത്ത് നല്ല വിഷ്വലി നല്ല രസമുണ്ട്. കുറച്ചായി ഇറങ്ങിയിട്ട്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള മറ്റേ ഒരു പാട്ട് ഹിറ്റായില്ല, ആയാഷർ തീപ്പെട്ടി കത്തിക്കുന്നു. അതെ വിഷ്വലി കുറച്ചധികം പരിപാടികളുണ്ട്, ഭയങ്കര. പക്ഷെ ഇത് ഈ ടൈപ്പ് പടങ്ങളിൽ എനർജി ഉണ്ട്. പിന്നെ അനിയാണ് മ്യൂസിക്. ആലോചിക്കണം, ഒറ്റയ്ക്കൊരു സിനിമ കൊണ്ടുപോകാൻ കഴിവുള്ള ആളാണ്. സ്ക്രീനിൽ എന്ത് കിടന്നാലും വേണ്ടില്ല. ഞാൻ സൈഡിൽ നിന്ന് അനിയുടെ കഴിവിനെ കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. അല്ല, അത് ഓൾറെഡി നമ്മൾ സംസാരിച്ചായിരിക്കും. ഇത് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ആ വീഡിയോ ഇറങ്ങും. DC-യുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അനിയുടെ കഴിവിനെ പറ്റി. സോ അപ്പോൾ ആ വീഡിയോ കാണാത്ത അതും കാണുക അല്ലേ. അനിയുടെ കഴിവിനെ കുറിച്ച് അറിയാം. ആ വീഡിയോ ഡയറക്ടർ ഏതായിരുന്നു? എടാ മറ്റേ ശ്രീകാന്ത് തോടല്ലേ? ദസറ. ഇതിനു മുമ്പ് ഞാനൊരു ഒരു പടം ദസറ, അത് ചെയ്തേക്കുന്ന ആളാണ്. ഫസ്റ്റ് പടം എന്തല്ലോ അത്? ദസറയ്ക്ക് മുമ്പ് എന്തോ പടം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി രണ്ടാമത്തെ സിനിമയാണ് ദസറ എന്നാണ് എനിക്ക് തോന്നുന്നത്.
ദസറയിലൊരു പാട്ട് സന്തോഷ് നാടല്ലേ മ്യൂസിക്, അതിലൊരു സോങ് ഭയങ്കര ഹിറ്റായിരുന്നല്ലോ, ദീ പാടിയ പാട്ട്. അതിലൊരു പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പടം ഫസ്റ്റ് ഡേ വർഷം ഞാൻ കണ്ടായിരുന്നു. പക്ഷെ പടം എനിക്ക് അത്ര സെറ്റായില്ല. പക്ഷേ പടത്തിൻ്റെയും രസം അറിയോ, ഭയങ്കര രസമാണ് കാണാൻ, വിഷ്വലി നല്ല രസമാണ്. പക്ഷെ പടം ഭയങ്കര ഒരു ആ സിനിമ ഈ പറഞ്ഞ പോലെ മറ്റേ അല്ലേ എന്നായിരുന്നു കണ്ടുപിടുത്ത സ്റ്റോറി തന്നെയാണ്. കണ്ടുപിടുത്ത സ്റ്റോറി. പക്ഷെ അവരത് മറ്റേ പുരാണ കഥയുടെ മറ്റേ ക്യാരക്ടേഴ്സുമായിട്ട് എന്ത് കണക്ട് ചെയ്തൊരു എലമെന്റ് ഉണ്ടാവില്ല. പക്ഷെ അത് ഭയങ്കര ഹിറ്റായിരുന്നു. ആനിക്കയുടെ കാര്യത്തിന് ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. അവിടെ ഹിറ്റായിരുന്നു. നമുക്ക് ഇവിടെ ഒന്നും ഓടിയില്ല തോന്നുന്നു പടം. ഇവിടെ നമ്മൾ പോയി കണ്ടപ്പോഴോ ഇത് ഭയങ്കര മടുപ്പും പടമായിരുന്നു. ഷൈൻ ടോൺ ചാക്കായിരുന്നു ഇല്ല അല്ലേ? ഇവിടെ ഹിന്ദി കൊണ്ടുവന്നല്ലോ രാഘവ് ജുവലിനെ. അതെ, രാഘവ് ജുവലാണ് ഇതിനകത്ത് വില്ലൻ ആണെന്ന് തോന്നുന്നു. പിന്നെ മറ്റേ പുള്ളിയുണ്ട് മോഹൻ ബാബു അല്ലേ, അച്ഛനും മോനും ആയിരിക്കും. പുള്ളി വില്ലനായിരിക്കും. എന്താ ഒരു പുച്ഛം അച്ഛനും മോൻ അച്ഛൻ മോൻ വില്ലൻ പടങ്ങളാണോ പഴയ നടന്ന കണ്ണപ്പയുടെ അച്ഛൻ. പുള്ളി നരസിംഹത്തിന്റെ റീമേക്ക് ചെയ്ത മനുഷ്യനാണ്. അല്ല മോഹൻലാൽ എല്ലാ പടം റീമേക്ക് ചെയ്യുന്ന പുള്ളിയായിരുന്നു. അതെ, അതുകൊണ്ടാണ് ലാലേട്ടനെ കണ്ണപ്പയിലൊക്കെ അഭിനയിക്കേണ്ടി വന്നത്. ഇത് അങ്ങനെ ലാലേട്ടനെ വിളിച്ചു, മോനെ രക്ഷിക്കണം എന്ന് പറഞ്ഞത്. അതിനെന്താ മോനെ, ഞാൻ രക്ഷിക്കാമല്ലോ. ഞാൻ എല്ലാ കണ്ണപ്പയിൽ പോയി പുള്ളി വാളിൻ്റെ പുറത്ത് കയറിയത്. അപ്പോൾ പാരഡൈസ് വിഷ്വലി പരിപാടിയുണ്ട്. ബാക്കി എന്താണ് നമുക്ക് അടുത്ത മാസം 24-ാം തീയതി. ഇനി ട്രെയിലറൊക്കെ വരും. ട്രെയിലർ വരുമ്പോൾ കുറച്ചുകൂടെ അല്ലേ ഉണ്ടായിരിക്കും, കുറച്ചുകൂടെ നോക്കാം. പിന്നെ അനിയുടെ മ്യൂസിക്, വേറെ പാട്ടൊക്കെ ഉണ്ടാവും പടത്തിൽ, മെയിൻ മ്യൂസിക്കും പരിപാടിയൊക്കെ കാണും. അതൊക്കെ വരുമ്പോൾ അറിയാൻ പറ്റും. ഇറങ്ങിയ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. ആയാഷേർ ഭയങ്കര ഹിറ്റായിരുന്നു. അനി ടൈം ആയിരുന്നല്ലോ. അതെ, അനിയുടെ സമയം. അനിയും അനി വേഴ്സസ് ഇസയാണ്. ഇപ്പോൾ അവരിങ്ങനെ ഒരു ബാങ്കർ അടുത്ത ബാങ്കർ അങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ഇതിന് അടുത്തത് ഇസയുടെ അടുത്ത പടം വരുമെന്ന് തോന്നുന്നു. നമ്മളെ ധനുഷ് മേഡം. അത് അതിൻ്റെ അടുത്ത പാട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് വീണ്ടും അത് പുള്ളി അതിനെ മുകളിൽ കൊണ്ടുവെക്കും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പടത്തിൻ്റെ എന്തെങ്കിലും കേട്ട് വരാം അല്ലേ, ടീസറോ ട്രെയിലറോ വരട്ടെ.